ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SSYT. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അടിപൊളി 3 BGMIയിലെ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആവുന്ന 3 ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിക്കിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് പറഞ്ഞാൽ ഈ ഒരു 3 സ്റ്റോറിൽ നമ്മുടെ പോച്ചിങ്ങിലൊക്കെ വരുന്ന ഈ ഒരു 3 സ്റ്റോർ സൈഡിലാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഷെൽ ക്രേറ്റ് കണ്ടിട്ടില്ലേ, നമ്മൾ സാധാരണ ഈ ഷെൽ ക്രേറ്റിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒന്ന് ബാക്കിലേക്ക് പോയാൽ നമുക്ക് കണ്ടോ അടിപൊളിയായിട്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനമീസിനൊക്കെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ഫയർ മീൻസ് നമ്മൾ ഗണ്ണിൽ ഫൈറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബുള്ളറ്റ്സ് പുറത്തേക്ക് പോകും. നമ്മൾ ജസ്റ്റ് ഫൈറ്റ് എടുത്ത് കാണിച്ചു തരാം. ഡോർ കണ്ടോ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. സർപ്രൈസ് ആയിട്ട് ഇനമീസും കാര്യങ്ങളൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും നമ്മളിതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണില്ല. കാരണം അത്രയും നമ്മൾ കവറായിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പുറത്തുനിന്നൊരു വ്യൂ നമ്മൾ നല്ലപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനമീസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് അവരെ സർപ്രൈസ് ആയിട്ട് തന്നെ അറ്റാക്ക് കൊടുക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടിച്ചിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വരുന്ന ഇനമീസിന് അതല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഇനമി പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. കാരണം അത്രയും ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഷ്യൻ പാലസ് ഇവൻറ്റിലെ ഓഷ്യൻ പാലസിൻ്റെ മുകളിലുള്ള ഈ ഒരു പിരമിഡും കാര്യങ്ങളൊക്കെ അല്ല, ഈ പിരമിഡല്ല ജസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒരു അതിലും മീൻസ് ഓരോ തൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെൽ കണ്ടിട്ടില്ലേ, ഈ ഒരു ഷെൽ ക്രേറ്റ് അപ്പോൾ നിൽക്കുന്ന കറക്റ്റ് കാണിച്ചു തരുന്ന ഈ ഒരു ഷെൽ ക്രേറ്റ് നമുക്ക് നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ കാരണം നമ്മൾ ഇതിൻ്റെ മുകൾ സൈഡിലാണ്, നമ്മൾ ഓഷ്യൻ പാലസിൻ്റെ മുകളിലൊന്നും ആരും അങ്ങനെ വന്നിട്ട് ഓവർ നിമിഷം കാര്യങ്ങളൊന്നും വന്നിട്ട് ഫൈറ്റ് എടുക്കില്ല. അപ്പോൾ മീൻസ് അങ്ങനെ ആരും പെട്ടെന്ന് വരാത്ത ഇതാണ്. എന്നാലും റയറായിട്ട് ആരെങ്കിലുമൊക്കെ വരും, പക്ഷേ എന്നാലും അവർ വന്നാൽ അപ്പോൾ തന്നെ ഈ ഷെൽ ക്രേറ്റിൽ നിന്ന് ലൂട്ട് എടുത്തിട്ട് പോകും. പക്ഷേ നമുക്ക് ഈ ഷെൽ ക്രേറ്റിൽ വന്നിട്ട് കിടക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഷെൽ ക്രേറ്റിൽ കയറിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓൾറൗണ്ട് എന്താ പറയുക മീൻസ് മോൾ ഭാഗത്ത് നിന്ന് എനിമീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും പറ്റും. പക്ഷേ അവർക്ക് മീൻസ് ഈ ദൂരത്തു നിന്ന് ഈ ഒരു ഷെൽ ക്രേറ്റ് കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതൊന്നും അത്ര പെട്ടെന്ന് കാണില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ മീൻസ് സർവൈവ് ചെയ്യണം, ലാസ്റ്റ് സോൺ വരെ സർവൈവ് ചെയ്യണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ വന്നിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഹിഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഷെൽ ക്രേറ്റ് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് എടുക്കാനും പറ്റും. നമുക്ക് പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ താഴത്ത് ആരെങ്കിലുമൊക്കെ എനിമീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റ് എടുക്കാനും ഇതൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത്യാവശ്യം കവറും ഉണ്ട്, നമുക്ക് താഴത്തോട്ട് ഫൈറ്റ് എടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി വേറെ പ്ലേസ് ഇല്ലല്ലോ നമുക്ക് ഇങ്ങോട്ട് അടിച്ചിടാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് എനിമീസിനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്ലേസിൽ നിങ്ങൾ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ ലൂട്ടും കാര്യങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ മൂന്നാമത്തെ ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഓഷ്യൻ പാലസിൻ്റെ ഉള്ളിലുള്ള ഒരു അടിപൊളി ഒരു ട്രിക്കാണ് നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ കാണിച്ചിരുന്ന പോലെ കറക്റ്റ് നിങ്ങൾ ഈ ഓഷ്യൻ പാലസിൽ ഈ മെയിൻ ബിൽഡിങ്ങിൽ വരുമ്പോൾ മെയിനിൽ ഈ ഒരു സൈഡ് ഞാൻ കറക്റ്റ് പോകുന്ന ഈ ഒരു മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ വരിക. ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ ഇറങ്ങുന്ന പോലെ കറക്റ്റ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ രണ്ടാമത് നമ്മൾ ഡേ ആയിട്ട് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഈ ഒരു മതിലില്ലേ, ഈ ഒരു മതിലിൻ്റെ ബാക്ക് സൈഡിലേക്ക് ചാടിയിട്ട് അവിടെ തന്നെ നിൽക്കുക. അതായത് ജസ്റ്റ് ഈ ഒരു മതിലിൻ്റെ ഗ്യാപ്പിൽ നിൽക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ വൻ അഡ്വാൻറ്റേജ് ആണ്. അതായത് കാണിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് കവറും ഉണ്ട്, എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നേരെയുള്ളൊരു എനിമി ആണെന്നുണ്ടെങ്കിൽ അവരെ ഈസി ആയിട്ട് അടിച്ചിടാം. നമുക്ക് അവിടെ അതേപോലെ തന്നെ കവറുണ്ട്. ഒരിക്കലും ഒരാൾ നേരെ നോക്കുമ്പോൾ നമ്മൾ ഈ മതിലിൻ്റെ ബാക്കിലാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഈ ഒരു കോമ്പൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു മതിലിൻ്റെ ബാക്കിൽ അത്ര പെട്ടെന്ന് ഒരാൾ സ്പോട്ട് ചെയ്യില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമല്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴത്തതാണെങ്കിൽ പൊസിഷൻ ആണെങ്കിൽ ശരി, ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റിലുള്ളതാണ് റൈറ്റിലുള്ളതാണെങ്കിൽ ഏത് സൈഡിലേക്കാണെങ്കിലും നമുക്ക് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഇപ്പോൾ നീന്തി വരുന്നവരാണെങ്കിൽ പോലും, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ എനിമീസ് റൺ ചെയ്യുകയാണെങ്കിൽ പോലും അവരെ അടിച്ചിടാം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ട്രിക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഫൈറ്റ് വന്നു വെച്ചാൽ ഓരോരുത്തർ നീന്തി പോകുന്ന അല്ലെങ്കിൽ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും റഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നിട്ട് തന്നെ അടിച്ചിടാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ അത്യാവശ്യം ഒരു എനിമി മീൻസ് നീന്തി വരുന്നുണ്ട്, ഫൈറ്റ് എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് തന്നെ താഴത്തുള്ള അടിച്ചിടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലേസിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് മീൻസ് ഫൈറ്റും കാര്യങ്ങളും വരാൻ അത്യാവശ്യം നല്ല രീതിയിൽ കവറുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു മീൻസ് ആ ഒരു റോക്ക് മീൻസ് ആ ഒരു പാറ നമ്മുടെ ഫ്രണ്ടിലുള്ള മതിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ കവറുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്ലേസാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ 3 ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ BGMIയിലെ 5 അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒക്കെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ പോയാലും
ബെനിഫിറ്റുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കൺഫേം ആണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് BGMI ഗെയിം പ്ലേ ഒക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ല ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടിപ്സ് ആൻഡ് ട്രിക്കൊക്കെ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള BGMI ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഓൾ ഇടുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോകൾ കാണുന്നത് വരെ ഗുഡ് ബൈ.